ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് റിസർച്ചിന് വേണ്ടി അല്ലെങ്കിൽ ഗവേഷണത്തിന് വേണ്ടി വ്യത്യസ്തരായിട്ടുള്ള റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ഏതൊരു വ്യക്തിയും റിസർച്ച് നടത്താൻ അല്ലെങ്കിൽ ഗവേഷണം നടത്താൻ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളോ പ്രത്യേക പ്രതിഭാസങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ല എങ്കിൽ പ്രശ്നങ്ങളോ ഉദിച്ചുയർന്നു വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ആ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ശരിയായ രീതിയിലുള്ള ഉത്തരങ്ങളും പരിഹാരവും കണ്ടെത്തുക, അല്ല എങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഉദിച്ചുയർന്നു വന്നേക്കുന്ന സാഹചര്യങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കും ശരിയായ രീതിയിലുള്ള അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗവേഷണമോ പഠനമോ ആരംഭിക്കുന്നത്. ഇതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ചോദ്യങ്ങളുമായോ അല്ല എങ്കിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ വളരെയധികം ആഴത്തിൽ ശേഖരിക്കുകയും അവയെ പഠനവിധേയം ആക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഗവേഷകന് ആ പ്രത്യേക സാഹചര്യത്തിൻ്റെയോ അല്ല എങ്കിൽ പ്രതിഭാസത്തിൻ്റെയോ പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാകുന്നത്. അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉദിച്ചുയർന്നു വന്നേക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉദിച്ചുയർന്നു വന്നേക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് അല്ലേ. അപ്പോൾ ഏത് സാഹചര്യമായിരുന്നാലും ആ ഗവേഷകൻ ആ ഒരു പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളെയും വളരെയധികം ആഴത്തിൽ ശേഖരിക്കുകയും അവയെ പല രീതിയിലുള്ള പ്രക്രിയയിലൂടെ പഠന വിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അദ്ദേഹം ആ ഗവേഷകന് ആ ഉത്തരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിൻ്റെയൊക്കെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം ശേഖരിക്കുന്ന വിവരങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യുമ്പോഴും പഠനവിധേയമാക്കുമ്പോഴുമാണ് അല്ലേ. അപ്പോൾ ഇതിന് ആ ഗവേഷകൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിക്കുന്നത്. ഗവേഷകൻ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ടായിരിക്കും പ്രധാനമായിട്ടും മാർഗ്ഗങ്ങൾ നിശ്ചയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, അതായത് സംഖ്യാപരമായിട്ടുള്ള മാർഗത്തിലൂടെ ഗവേഷകന് തങ്ങളുടെ മുമ്പിൽ ഉദിച്ചുയർന്നു വന്നേക്കുന്ന പ്രശ്നങ്ങൾക്കോ പ്രതിഭാസങ്ങൾക്കോ പരിഹാരമോ അല്ലെങ്കിൽ ഉത്തരങ്ങളോ കണ്ടെത്താൻ സാധിക്കും. അല്ല എങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യമായിട്ടുള്ള തങ്ങളുടെ മുമ്പിൽ ഉദിച്ചുയർന്നു വന്നേക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ല എങ്കിൽ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവയുടെ ഗുണസ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അല്ല എങ്കിൽ പ്രതിഭാസത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തെടുക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള മാർഗ്ഗങ്ങളാണ് ഏതൊരു ഗവേഷകനും പ്രധാനമായിട്ടും റിസർച്ചിൽ അവലംബിക്കുന്നത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡും ഈ രണ്ട് മാർഗ്ഗങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വിനിയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാം. സാർ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു അധ്യാപകനാണ്. എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരത്തെ സംബന്ധിച്ചുള്ള ഒരു ഫൈനൽ റിപ്പോർട്ടാണ് വേണ്ടത്. അതായത് എൻ്റെ കുട്ടികളുടെ പഠന നിലവാരം എന്ന് പറയുന്നത് വളരെയധികം നല്ലതാണോ, അല്ല എങ്കിൽ അവർ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണോ, അല്ല എങ്കിൽ ചീത്ത രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണോ എന്നെനിക്കറിയണം. ഇങ്ങനെ ഒരു നിഗമനത്തിൽ എനിക്ക് എത്തണം. എൻ്റെ ഗവേഷണത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം നല്ല രീതിയിലാണോ നടക്കുന്നത് അതോ ചീത്ത രീതിയിലാണോ നടക്കുന്നത്. അതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ എൻ്റെ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് രണ്ട് രീതിയിൽ നടത്താൻ പറ്റും. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാമത്തേത് ക്വാളിറ്റേറ്റീവ് ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ രണ്ട് മാർഗ്ഗങ്ങളിൽ കൂടിയാണെങ്കിലും എനിക്ക് എൻ്റെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയാൽ മതി. എൻ്റെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം, കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയാണ്, മെച്ചപ്പെട്ടതാണോ അതോ പോരായ്മകളുള്ളതാണോ കുട്ടികളുടെ പഠനം എന്നാണ് എനിക്കറിയേണ്ടത്. ഇപ്പോൾ അതിന് രണ്ട് രീതിയിലുള്ള മാർഗ്ഗങ്ങൾ എനിക്ക് അവലംബിക്കാം. ഏറ്റവും ആദ്യം ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വഴിയാണ്, അല്ലെങ്കിൽ സംഖ്യാപരമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് ഞാൻ എത്തുന്നതെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം അറിയുവാൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ
മാർക്ക് എന്തുമാത്രമാണ് ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകൾക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ നിലവാരം എങ്ങനെയാണുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മാർക്കിനെ വെച്ചുകൊണ്ട് മാർക്ക് എന്ന് പറയുന്ന ഡേറ്റയെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കളക്ട് ചെയ്തതിന് ശേഷം എനിക്ക് അവയെ വിശദമായ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം അവർക്ക് എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം എന്ന് പറയുന്നത് മെച്ചപ്പെട്ടതാണ്. മോശമായിട്ടുള്ള മാർക്കുകളാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് എന്ന നിഗമനത്തിൽ എത്താൻ പറ്റും അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന രീതി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്, കുട്ടികളുടെ പഠന നിലവാരം എന്തുമാത്രമാണ്, മെച്ചപ്പെട്ടതാണോ അതോ പോരായ്മയുള്ളതാണോ എന്ന് ഞാൻ വിലയിരുത്തിയേക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു സംഖ്യ ഡേറ്റയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്തായിരുന്നു, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരമായിരുന്നു അറിയേണ്ടത്. അതിന് ഞാൻ എന്താണ്, അത് മെച്ചപ്പെട്ടതാണോ അതോ പോരായ്മ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി കുട്ടികളുടെ മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള സെമ്മിലെയോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ മാർക്കുകളെ എല്ലാം എടുത്തിട്ട് ഞാൻ അതിനെ വിശദമായിട്ടുള്ള പല ന്യൂമറിക്കൽ ടെക്നിക്കുകളുടെ സഹായത്തോടു കൂടി വിശദമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താണ് ഫൈനൽ റിസൾട്ടിലേക്ക്, എൻ്റെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്ക് കുട്ടികളുടെ മാർക്ക് നല്ല രീതിയിലാണ് ഉള്ളതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെട്ടതെന്നും പോരായ്മ കുറവാണെങ്കിൽ പോരായ്മ ഉള്ളതാണ് പഠന നിലവാരമെന്ന് അറിയാൻ പറ്റുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഗവേഷകൻ തങ്ങളുടെ മുമ്പിൽ ഉദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കോ അല്ല എങ്കിൽ പ്രശ്നങ്ങൾക്കോ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യാരൂപത്തിൽ കളക്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംഖ്യാ ഡേറ്റയെ വിശദമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ പഠനവിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന പഠന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടി അധ്യാപകനായ ഞാൻ കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്ന ഡേറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. കുട്ടികളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടി കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ ഞാൻ മാർക്കാണ് ഉപയോഗിച്ചത്. മാർക്ക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഡേറ്റയാണ്. ആ ന്യൂമറിക്കൽ ഡേറ്റയെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും മാത്തമാറ്റിക് ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് വിശദമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മാർക്കിൻ്റെ നിലവാരത്തെ കുട്ടികളുടെ മാർക്കിൻ്റെ നിലവാരം വെച്ചുകൊണ്ട് കുട്ടികൾക്ക് ലഭിച്ചത് മികച്ച പഠനമാണോ അതോ പോരായ്മയുള്ള പഠനമാണോ എന്ന് വിലയിരുത്തുകയും ചെയ്തു അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ തങ്ങളുടെ മുമ്പിൽ ഉദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ കളക്ട് ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളോ അല്ല എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡുകളോ ഉപയോഗിച്ചുകൊണ്ട് ആ ഡേറ്റയെ വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ ഗവേഷകൻ ഉപയോഗിച്ചേക്കുന്ന പഠന രീതിയാണിതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഗവേഷകൻ ഉപയോഗിക്കുന്നത് സംഖ്യാപരമായിട്ടുള്ള ഇവിടെ ഗവേഷകൻ തങ്ങളുടെ മുമ്പിൽ ഉദിച്ചു വന്നേക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സംഖ്യാപരമായിട്ടുള്ള ഡേറ്റ വിവരണമല്ല, പിന്നെയോ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ ശേഖരിക്കുകയും അവയുടെ ഗുണവശങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഉത്തരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു അധ്യാപകനാണ്. എനിക്ക് കുട്ടികളുടെ പഠന നിലവാരം അറിയണം. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിലാണെങ്കിൽ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ മാർക്ക് എന്ന് പറയുന്ന ന്യൂമറിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ എന്ത് കണ്ടെത്തിയത്, കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെട്ടതാണോ അതോ മോശമാണോ എന്ന് കണ്ടെത്തിയത് അല്ലേ. ഇനി നമുക്ക് വേറെ രീതിയിൽ അറിയാൻ പറ്റും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയുണ്ട് എന്ന് എനിക്ക് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള അധ്യാപകരുടെ അഭിപ്രായങ്ങളെ ആരാഞ്ഞുകൊണ്ട് ഓരോ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അധ്യാപകരുടെ അഭിപ്രായത്തിൽ ആ ഓരോ കുട്ടികളുടെ പഠന നിലവാരം എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യാൻ സാധിക്കും അല്ലേ.
അപ്പോൾ ഓരോ കുട്ടികളുടെയും പഠനത്തിലുള്ള നിലവാരം എങ്ങനെയാണ് എന്ന് വ്യത്യസ്തരായിട്ടുള്ള അധ്യാപകരുടെ ഗുണാഭിപ്രായത്തെയും ദോഷാഭിപ്രായത്തെയും പരിഗണിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഠന നിലവാരം എന്ന് പറയുന്നത് മെച്ചപ്പെട്ടതാണോ അതോ പോരായ്മയുള്ളതാണോ എന്ന് എനിക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടി ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ. കുട്ടികളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള അധ്യാപകരുടെ അഭിപ്രായം എന്താണ് ഓരോ കുട്ടികളെ പറ്റിയും, അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണദോഷ കാര്യങ്ങളെയാണ് ഞാൻ എടുത്തേക്കുന്നത് അല്ലെ, പരിഗണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ കുട്ടികളുടെ പഠന നിലവാരവുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുടെ ഗുണവശങ്ങളെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം അറിയാൻ വേണ്ടി അധ്യാപകരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടികളുടെ പഠന നിലവാരത്തെ പറ്റിയുള്ള ഓരോ അധ്യാപകൻ്റെ അഭിപ്രായം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അധ്യാപകരുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ പഠന നിലവാരം മെച്ചമുള്ളതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും കുട്ടികളുടെ പഠന നിലവാരം മെച്ചമുള്ളതാണ് എന്ന്. നേരെ തിരിച്ചാണെങ്കിൽ എനിക്ക് പോരായ്മയുള്ള പഠന നിലവാരം അവരുടെ എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഒരു ഗവേഷകൻ പഠനവിധേയമാക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ആ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിനോ അദ്ദേഹം ശേഖരിക്കുന്ന വിവരങ്ങളുടെ ഗുണവശങ്ങളെ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നതെങ്കിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗരീതിയാണ് ഇതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള അപ്രോച്ചിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് രീതിയാണ് ഒരു ഗവേഷകൻ ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കളക്ട് ചെയ്യുന്ന വിവരങ്ങളെ സംഖ്യാരൂപത്തിലായിരിക്കും കളക്ട് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിനുള്ള ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ അദ്ദേഹം കണ്ടെത്തുന്നത് ഏത് രീതിയിലായിരിക്കും, അദ്ദേഹം കണ്ടെത്തുന്നത് ആ വിവരങ്ങളുടെ ഗുണവശങ്ങൾ എടുക്കുകയും അതിനെ പഠനവിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഗവേഷണങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു. ആ ഒരു പഠന രീതിയാണ് ഇതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. A quantitative research is a logical, factful, organized process in which numerical data are employed to gather information about phenomenon. Quantitative approaches utilize numerical measurement. This approach collects data quantitative form and conduct a systematic ക്വാണ്ടിറ്റേറ്റീവ് അനലൈസ്. ഒരു ഗവേഷകൻ തൻ്റെ മുമ്പിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തിൻ്റെയോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെയോ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ആ പ്രതിഭാസവുമോ അല്ലെങ്കിൽ സാഹചര്യമോ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശേഖരിച്ച സംഖ്യാരൂപത്തിലുള്ള വിവരങ്ങളെ പ്രതിഭാസങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പിന്നിലുള്ള സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇലക്ട്രോണിക് മാത്തമാറ്റിക്കൽ ടെക്നിക്കുകളുടെയും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് ടെക്നിക്കുകളുടെയും സഹായത്തോടു കൂടി വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് അദ്ദേഹത്തിന് ആ ഗവേഷണത്തിൻ്റെ അവസാനത്തെ ഫലം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് എ ലോജിക്കൽ, ഫാക്ട്ഫുൾ, ഓർഗനൈസ്ഡ് പ്രോസസ് ഇൻ വിച്ച് ന്യൂമറിക്കൽ ഡേറ്റ ആർ എംപ്ലോയ്ഡ് ടു ഗാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി ഫിനോമിനൻ. അതായത് ഒരു ഗവേഷകൻ്റെ മുമ്പിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു സാഹചര്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും അവയെ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ടു ന്യൂമറിക്കൽ മെഷർമെൻറ്റ്. ദിസ് അപ്രോച്ച് കളക്ട് ഡേറ്റ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം ആൻഡ് കണ്ടക്ട് എ സിസ്റ്റമാറ്റിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് മാർഗം വഴി ഗവേഷകൻ ശേഖരിക്കുന്ന വിവരങ്ങൾ ന്യൂമറിക്കൽ ഫോമിലായിരിക്കും ശേഖരിക്കുന്നത്. അവയെ വിശദമായി പഠനവിധേയമാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗവേഷകന് ആ ഒരു ഗവേഷണത്തിൻ്റെ അവസാനത്തെ ഫലം എന്തെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ആ തരത്തിലുള്ളൊരു പഠന രീതിയാണെന്ന് പറയുന്നത്
ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിൻ്റെ അവസാന ഫലം കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ എന്താണ്, തങ്ങളുടെ മുമ്പിലുണ്ടായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുവാനോ, അല്ലെങ്കിൽ മുമ്പിലുണ്ടായ പ്രതിഭാസങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുവാനോ, ആ സാഹചര്യവുമോ അല്ലെങ്കിൽ ആ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളുടെയും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡുകളും ഉപയോഗിച്ചുകൊണ്ട് ആ വിവരങ്ങളെ വിശദമായ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ പ്രതിഭാസത്തിൻ്റെയോ അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് തങ്ങളുടെ ഗവേഷണത്തിൽ കൂടി കണ്ടെത്തുകയും ചെയ്യുന്നത്. Quantitative research is referred to a logical inquisition into a specified problem-based testing theory evaluated on the basis of numbers and analyzed by using statistical and mathematical techniques. The objectives of quantitative approach to ascertain the accuracy of generalizations suggested by a theory. അതായത് ഗവേഷകൻ്റെ മുമ്പിൽ ഉദിച്ചു ഉയർന്ന ഏതെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ ന്യൂമറിക്കൽ ഡേറ്റയെ കളക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് പഠിക്കുകയും അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ തിയറിയുടെ സത്യാവസ്ഥയും അതിൻ്റെ പ്രായോഗിക ശേഷിയും എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഈ തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളുടെയോ കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുവാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഒരു വിപണിയിൽ ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്തുമാത്രമുണ്ട് എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുകയാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ന്യായമായ വിലയ്ക്ക് കസ്റ്റമറിന് കൊടുക്കുന്നതെങ്കിൽ ആ ഉൽപ്പന്നങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കുമെന്ന ഒരു അനുമാനം, അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധാന്തങ്ങളുടെയോ അല്ലെങ്കിൽ അനുമാനങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റിയുള്ള അനുമാനങ്ങളോ അതിൻ്റെ കൃത്യത എന്തുമാത്രം ഉണ്ട് എന്ന് ആ അനുമാനങ്ങളും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും വ്യത്യസ്തമായുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ അനുമാനങ്ങളുടെയും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളുടെയും കാര്യക്ഷമതയും അതിൻ്റെ പ്രായോഗിക ശേഷിയും എന്തുമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണിതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് റിലേസ് ഓൺ ന്യൂമറിക്കൽ ഡേറ്റ. അതായത് ഇത് പ്രധാനമായിട്ടും പഠനത്തെ വിധേയമാക്കുന്നത് ഏത് തരത്തിലുള്ള ഡേറ്റയാണ്, ന്യൂമറിക്കൽ സംഖ്യാപരമായിട്ടുള്ള ഡേറ്റയാണ് പ്രധാനമായിട്ടും പഠനത്തിന് വിധേയമാക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ ഗവേഷകൻ തങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കുന്ന പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും മാത്തമാറ്റിക് ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ആ രീതിയാണ് പ്രധാനമായിട്ടും എവിടെയുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞേക്കുന്നത് ഇറ്റ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടെക്നിക് ഫോർ മെഷറിംഗ് ഡേറ്റ. അതായത് കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടി ഡേറ്റയെ വിശകലനം ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ മെത്തേഡുകളും ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ഡേറ്റ കളക്ട് ചെയ്യുന്നത് സംഖ്യാരൂപത്തിലായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ടേക്ക് റെപ്രസെൻറ്റേറ്റീവ് പോപ്പുലേഷൻ സാമ്പിൾ ഫോർ കണ്ടക്ടിങ് ദി സ്റ്റഡി. അതായത് ഗവേഷകൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോപ്പുലേഷൻസിൻ്റെ സാമ്പിൾസ് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പഠനത്തിന് ഉപയോഗിക്കുന്നത്. ആരാണോ പഠനം നടത്തുന്നത് ആ ഗവേഷകൻ അദ്ദേഹം പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന പോപ്പുലേഷനിൻ്റെ സാമ്പിളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, പഠനത്തിന് വിധേയമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഗവേഷണത്തിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വഴി ഗവേഷകൻ ഓരോ ഹൈപ്പോത്തിസിസുകളെയും, അതായത് ഓരോ അനുമാനങ്ങളെയും അതുപോലെ തന്നെ ഓരോ ഊഹാപോഹങ്ങളെയും അതിൻ്റെ കൃത്യതയും അതിൻ്റെ കാര്യക്ഷമതയും എന്തുമാത്രം ഉണ്ട് എന്ന് വിലയിരുത്തുവാൻ വേണ്ടി അവയെ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്.
പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദി റിസർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസ് വഴിയുള്ള ഗവേഷണം അഥവാ റിസർച്ച് എന്ന് പറയുന്നത് ഗവേഷണം നടത്തുന്ന ആളുകളിൽ നിന്നും തികച്ചും സ്വതന്ത്രമായ ഒരു നിലപാടാണ് എന്തിനുള്ളത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വഴിയുള്ള നിരീക്ഷണ ഫലങ്ങൾക്കുള്ളത്. അതായത് ഈ തരത്തിലുള്ള പഠനം എന്ന് പറയുന്നത് ഗവേഷണങ്ങളിൽ നിന്നും മാറി അല്ലെങ്കിൽ ആ ഗവേഷകൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഫലമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പഠനം വഴി ലഭിക്കുക. ഗവേഷകൻ്റെ സ്വാധീനമോ അല്ല എങ്കിൽ ഗവേഷകൻ്റെ ചിന്തകൾക്ക് അനുകൂലമായ രീതിയിലോ ആയിരിക്കുകയില്ല എന്ത് ചെയ്യുന്നത് ഗവേഷണ ഫലങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, തീർച്ചയായും ഗവേഷണങ്ങളിൽ നിന്ന് ഗവേഷകൻ്റെ ചിന്താധാരയിൽ നിന്ന് മാറിയുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു സമീപനമാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൽ സ്വീകരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് ഫോർമൽ ജനറലൈസേഷൻ ഓഫ് പ്രിഡിക്റ്റ് എക്സ്പ്ലെയിൻ ഇൻ്റർപ്രറ്റ് എ പർട്ടിക്കുലർ തിയറി ഓഫ് ഫിനോമിനൻ. ഗവേഷകൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രതിഭാസത്തെ പറ്റിയോ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധാന്തങ്ങളെ പറ്റിയോ അവയെ കൂടുതൽ വിശദീകരിക്കുവാനും ആ സിദ്ധാന്തങ്ങളുടെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെയും പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്നും വ്യാഖ്യാനിച്ചെടുക്കുവാനും ഗവേഷകനെ സഹായിക്കുന്ന ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മാർഗത്തിൽ പ്രധാനമായിട്ടും ഒരു ഗവേഷകൻ അയാളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങളോ അല്ല എങ്കിൽ സാഹചര്യങ്ങളുടെ പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് എന്ന് വിലയിരുത്തുകയോ അല്ല എങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സാഹചര്യത്തെ പഠനവിധേയമാക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ അദ്ദേഹം കളക്ട് ചെയ്യുന്ന ഡേറ്റാസിൻ്റെയും ഗുണവശങ്ങളെ പറ്റിയായിരിക്കും അദ്ദേഹം വിശകലനം ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിന് ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നത്. ആ രീതിയിലൊരു പഠന രീതിയാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു ഗവേഷകൻ തങ്ങളുടെ മുമ്പിൽ ഒരു ഗവേഷകൻ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഡേറ്റ എടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയുടെ ഗുണവശങ്ങളെ പറ്റി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അവസാനത്തെ ഫൈനൽ റിസൾട്ടിലേക്കും ഫൈനൽ നിഗമനത്തിലേക്കും എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ഗാദറിങ് സ്റ്റഡിങ് ഡേറ്റ ഒബ്സർവിങ് വാട്ട് പീപ്പിൾ ഡു സേ. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മാർഗത്തിൽ ഒരു ഗവേഷകൻ തങ്ങൾ പഠനവിധേയമാക്കുന്ന ഡേറ്റയെ സംബന്ധിച്ചുകൊണ്ട് ആളുകൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ദിസ് അപ്രോച്ച് ഇസ് ഇൻവെസ്റ്റിഗേറ്റ് കളക്ഷൻ ഓഫ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് റിലേറ്റീവ്ലി സ്മാൾ ഗ്രൂപ്പ് റെസ്പോണ്ടന്റ് ആൻഡ് ഡു നോട്ട് അഡോപ്റ്റ് എനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ടെക്നിക്. ഗവേഷണം നടത്തുന്ന വ്യക്തി തങ്ങളുടെ ഗവേഷണത്തിൻ്റെ അവസാന റിസൾട്ട് എന്തെന്ന് കണ്ടെത്തുവാൻ വേണ്ടി ചെറിയ ഗ്രൂപ്പുകളിൽ നിന്നും അതായത് തങ്ങളുടെ ഡേറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്യുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു. ദെൻ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പഠന രീതിക്ക് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളോ മാത്തമാറ്റിക്കൽ മെത്തേഡുകളോ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ വിശകലനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിശദമായ പഠനത്തിന് തിരഞ്ഞെടുക്കുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും മാത്തമാറ്റിക്കൽ മെത്തേഡും. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് വൈഡ്ലി യൂസ്ഡ് ഡിസിപ്ലിൻ ലൈക്ക് ആന്ത്രോളജി, സോഷ്യോളജി, സൈക്കോളജി, എഡ്യൂക്കേഷൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, മാർക്ക് റിസർച്ച് എക്സെട്ര. പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് പ്രധാനമായിട്ടും ഗവേഷകർ ഉപയോഗിക്കുന്നത് ആന്ത്രോപോളജി, സോഷ്യോളജി, സൈക്കോളജി, എഡ്യൂക്കേഷൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, മാർക്ക് റിസർച്ച് മുതലായവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിൽ ഗവേഷണ പഠനങ്ങളും ഗവേഷണ നിരീക്ഷണങ്ങളും നടത്തുവാൻ വേണ്ടിയാണ്. പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് റിസർച്ച് ഇസ് ഹൈലി ഇൻഫ്ലുവൻസ് ദ പ്രോസസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഫോർ എക്സാമ്പിൾ, വൺ പേഴ്സൺ മേ മെഷർ ദ ക്വാളിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് പ്രൈസ് വെയർ അതർ മേ മെഷർ ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഡ്യൂറബിലിറ്റി. അതായത് നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഗവേഷകൻ തങ്ങളുടെ മുമ്പിലുള്ള ഗവേഷണ സബ്ജക്റ്റിൻ്റെ ഗവേഷണ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളുടെ വശങ്ങളെ പഠനവിധേയമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗവേഷകൻ തങ്ങളുടെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അവസാന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗവേഷകൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനം എവിടെ ഉണ്ടായിരിക്കും ഈ ഒരു ഡേറ്റയെ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും.
അതായത് ഇപ്പോൾ ഞാനാണ് ഒരു ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റി ഗവേഷണം നടത്തുന്നതെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല സ്വാധീനവും എവിടെ ഉണ്ടായിരിക്കും? ആ ഒരു ഡേറ്റയിൽ ഉണ്ടായിരിക്കും. ആ ഡേറ്റയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണ്ടെത്തുന്ന ഫൈനൽ റിസൾട്ടിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മാർക്കർ റിസർച്ചർ എന്നിരിക്കട്ടെ. ഞാൻ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്തുമാത്രമാണുള്ളത്, അല്ല എങ്കിൽ അവരുടെ ആ ഉൽപ്പന്നങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്തുമാത്രമാണ് ഉള്ളത് എന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ഞാനൊരു ഗവേഷണം കണ്ടെത്തുന്നതെങ്കിൽ ഞാൻ ഏത് ഉൽപ്പന്നത്തെ പറ്റിയാണ് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നത്തിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറിയാനാണോ ഞാൻ ഗവേഷണം നടത്തുന്നത്, ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് നടത്തിക്കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഗവേഷണത്തിൻ്റെ അവസാന റിസൾട്ട് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വിലയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അല്ല എങ്കിൽ എന്താണ്? ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാലം വിപണിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതെന്ന് പറയാം. ഇത് രണ്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗവേഷണം നടത്തുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം എവിടെ ഉണ്ടാകുന്നു? ഈ ഒരു ഗവേഷണത്തിൽ ഉണ്ടാകുന്നു. തൽഫലമായിട്ട് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് കൊണ്ടായിരിക്കാം എന്തുണ്ടാവുക? ആ ഒരു ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് അനലൈസിസ് ഡിപ്പെൻഡ് ഓൺ ഐഡിയൽ വാല്യൂ പെർസെപ്ഷൻ ഓഫ് ദി റിസർച്ചർ. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഇസ് നാച്ചുറലൈസ്ഡ് അപ്രോച്ച്. ദ ഒബ്ജക്റ്റ് ഓഫ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഇസ് അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് നാച്ചുറൽ സെറ്റിംഗ്സ്. ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഗവേഷകർ ഉപയോഗിക്കുന്ന ക്വാളിറ്റേറ്റീവ് അപ്രോച്ചാണ് എങ്കിൽ റിസർച്ച് നടത്തുന്നത് അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്നത് ഏത് വ്യക്തിയാണോ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും വ്യക്തിപരമായിട്ടുള്ള സമീപനവും ആ ഒരു ഗവേഷണത്തെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. ആ ഗവേഷണത്തിൻ്റെ ഫലത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവേഷകൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഓരോ ഗവേഷണത്തിൻ്റെയും പെരുമാറ്റ രീതി എങ്ങനെയാണ്, അതിൻ്റെ പെരുമാറ്റ സ്വഭാവം എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ആ ഒരു ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ച് നടത്തുന്ന ആൾ തങ്ങളുടെ റിസർച്ച് നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നത്, മറ്റുള്ളവർ എന്താണ് ആ വിഷയത്തെ പറ്റി ചെയ്യുന്നത്, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഗവേഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത്. ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവയുടെ ഗുണവശങ്ങളെ പറ്റി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തങ്ങളുടെ ഗവേഷണത്തിന് ഫൈനൽ റിസൾട്ട് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇനി ഗവേഷണം നടത്തുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സമീപന രീതികളും അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്താണോ തങ്ങളുടെ ഗവേഷണ സബ്ജക്റ്റ്, തങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പെരുമാറ്റ രീതിയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണവശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ ഗവേഷണങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഫൈനൽ റിസൾട്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് വഴി ഗവേഷണം നടത്തുന്നത്. ഇനി ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല ഗവേഷണം നടത്താൻ പോകുന്ന കാര്യങ്ങളുടെ ഡേറ്റയെ വിശകലനം ചെയ്യുന്നത്. പിന്നെയോ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള സമീപന രീതി എന്തൊക്കെയാണ്, ഇവയെ വിലയിരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും റിസർച്ചർ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് എന്തൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിന് ഉള്ളതെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി റിസർച്ച് ഇസ് ഹൈലി ഇൻഫ്ലുവൻസ് ദ പ്രോസസ് ഓഫ് ക്വാളിറ്റി റിസർച്ച്. ഐഡിയൽ വാല്യൂസ് പ്രിസംപ്ഷൻ ഓഫ് റിസർച്ച് അഫക്ട് ദ റിസർച്ച് പ്രോസസ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഗവേഷകൻ്റെ സ്വഭാവത്തിനനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിൽ ആത്മനിഷ്ഠമായിരിക്കുന്ന ഒരു ഗവേഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത്
ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് റിസർച്ച് ഇസ് ഹൈലി ഇൻഫ്ലുവൻസ് പ്രോസസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതായത് ഗവേഷണം നടത്താൻ പോകുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളും ആ ഒരു ഗവേഷണത്തിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് സബ്ജക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അനുസൃതമായ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗവേഷണത്തിൻ്റെ പരിണിത ഫലം ലഭിക്കുകയുള്ളൂ. ഈ ഐഡിയൽ ആൻഡ് വാല്യൂസ് ഓഫ് പെർസെപ്ഷൻസ് ഓഫ് ദി റിസർച്ച് അഫക്റ്റ് ദ റിസർച്ച് പ്രോസസ്സ്. അതായത് റിസർച്ച് നടത്താൻ പോകുന്ന ഗവേഷകൻ്റെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും ഗവേഷണത്തിൻ്റെ പ്രവർത്തന രീതിയെ വളരെയധികം സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണെന്ന് പറയാൻ കാരണം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് എൻഡേവർ ടു ജനറേറ്റ് മോഡൽ ഓർ തിയറീസ്. ഇറ്റ് ഹെൽപ്സ് ടു എക്സ്പ്ലെയിൻ ദ പർട്ടിക്കുലർ ഫിനോമിനൻ. ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് നേച്ചർ എന്ന് പറയാൻ കാരണം ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് മറ്റുള്ള സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ പ്രത്യേക പ്രതിഭാസത്തെയും വളരെയധികം വിശദീകരിക്കുവാനും അവയുടെ പേഴ്സണൽ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കിയെടുക്കുവാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പഠനമാണിതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓരോ സാഹചര്യങ്ങളുടെ ഒരു ഗവേഷകൻ്റെ മുമ്പിൽ ഒരു പ്രത്യേക സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ പറ്റിയും ഉത്തരങ്ങളുടെ ഗുണവശങ്ങളെ പറ്റിയും അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിന് മുമ്പിൽ ഉദിച്ചുയർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെ പിന്നുള്ള സത്യാവസ്ഥ എന്താണോ ആ സത്യാവസ്ഥയുടെ ഗുണവശങ്ങളെ പറ്റിയും വളരെയധികം വിശകലനം ചെയ്ത് പഠിക്കുന്നു. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനുശേഷം മാത്രമേ ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥയ്ക്ക് ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം രചിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ആ ഒരു സത്യാവസ്ഥയുടെ ഗുണവശങ്ങളെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾസിന് രൂപം കൊടുക്കുന്നതും അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും അതിനുശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ പ്രധാനമായിട്ടും ഇൻഡക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള മോഡലുകൾ ഒരു പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഗവേഷകൻ എന്ത് മേഖലയെ പറ്റിയാണോ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഗുണവശങ്ങളെപ്പറ്റി അദ്ദേഹം വിശദമായിട്ട് പഠിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രതിഭാസത്തിന് വേണ്ടിയുള്ള സിദ്ധാന്തങ്ങളും നിയമങ്ങളും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ളൊരു പഠനമാണിതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ ആ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യനുകളിലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളെന്താണ്, പല രീതിയിലും ഒരു ഉത്തരം മാത്തമാറ്റിക്കലായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പല രീതിയിലുള്ള വഴികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് ആ വഴികളെല്ലാം നമ്മൾ താരതമ്യ പഠനത്തിന് വിധേയമാക്കുന്നു. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ അതിനൊരു പ്രിൻസിപ്പിൾ, അതിന് വേണ്ടിയുള്ള ഒരു റൂൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. ആ തരത്തിലുള്ള ഒരു പഠന രീതിയാണെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. മുമ്പിലുണ്ടാകുന്ന ഒരു ചോദ്യത്തിൽ ഒരു ഗവേഷകൻ ഏത് വിഷയത്തെ പറ്റിയാണോ റിസർച്ച് നടത്തുന്നത് ആ വിഷയത്തിൻ്റെ ഗുണവശങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ആ ഒരു റിസർച്ചിൻ്റെ ആ ഒരു ഗവേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള വിവരങ്ങളുടെ ഗുണവശങ്ങളെ പറ്റി പഠിക്കുകയും അവയെ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യ പഠനങ്ങൾക്ക് ആ ഗുണവശങ്ങളെ വിധേയമാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സിദ്ധാന്തങ്ങൾ അദ്ദേഹം ആ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളും വ്യത്യസ്തമായിട്ടുള്ള നിഗമനങ്ങളും അനുമാനങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നത് അതിനുശേഷമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ്, ഇറ്റ് ഫോക്കസ് ഓൺ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഡയമെൻഷൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഒരു ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഗവേഷണം, അദ്ദേഹം ഏത് മേഖലയിലാണ് ഗവേഷണം നടത്തുന്നത് ആ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒന്നിലധികം പഠനങ്ങൾക്കോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പഠനങ്ങൾക്കോ വിധേയമാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവസാനം അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്ക് ഒരു ഫൈനൽ റിസൾട്ട് കണ്ടെത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോക്കസ് ഓൺ മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. ഒരു ഗവേഷണ പ്രശ്നത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളും വ്യത്യസ്തമായിട്ടുള്ള പഠന മെത്തേഡുകളും ഉപയോഗിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു റിസർച്ച് പ്രോബ്ലം പരിഹരിക്കുന്നത്.
പിന്നെയാണ് ഇറ്റ് ഈസ് എ നാച്ചുറലിസ്റ്റിക് അപ്രോച്ച് വിച്ച് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് നാച്ചുറൽ സെറ്റിങ്സ്. ഇറ്റ് ഈസ് നാച്ചുറലിസ്റ്റ് അപ്രോച്ച് വിച്ച് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഹേവിയർ ഓഫ് നാച്ചുറൽ സെറ്റിംഗ്. അതായത് ഗവേഷകൻ എന്താണോ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ഗവേഷണ മേഖലയുടെ യഥാർത്ഥ പെരുമാറ്റ വശം എങ്ങനെയാണ് എന്ന് പഠനവിധേയമാക്കുന്നു. ആ രീതിയിലുള്ള ഒരു പഠന രീതിയാണ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഗവേഷകൻ എന്താണോ ഏത് മേഖലയിലാണോ ഏത് പ്രതിഭാസമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏത് സാഹചര്യമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള പെരുമാറ്റ ഗുണവശം എന്തെന്ന് വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിന് അവസാന റിസൾട്ട് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് ഇറ്റ് എംപ്ലോയ് നാച്ചുറലൈസ്ഡ് മെത്തേഡ് ലൈക്ക് ഇൻ്റർവ്യൂ ആൻഡ് ഒബ്സർവേഷൻ ഇൻ ദി പ്രോസസ് ഓഫ് റിസർച്ച്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രധാനമായിട്ടും ഗവേഷകർ ഉപയോഗിക്കുന്നത് അവരുടെ മുമ്പിലുള്ള പ്രതിഭാസങ്ങളുടെയോ അല്ല എങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെയും അതുപോലെ തന്നെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുടെയും ഗുണവശങ്ങളെ പഠനവിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എവിടെയാണ്? എഡ്യൂക്കേഷൻ സ്റ്റഡീസ്, മാർക്കറ്റ് റിസർച്ച്, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് മുതലായ മേഖലകളാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിലൊക്കെയും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ മേഖലയിൽ നിഗമനങ്ങളും അതുപോലെ തന്നെ ഗവേഷണ ഫലങ്ങളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായുള്ള ഇൻ്റർവ്യൂസ് വഴിയോ അല്ലെങ്കിൽ കീൻ ഒബ്സർവേഷൻസ് വഴിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു ഗവേഷകൻ എന്താണ് ഒരു മാർക്കറ്റ് റിസർച്ച് മേഖലയിലാണ് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ആയിരിക്കും. മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്തുമാത്രമാണുള്ളത് അല്ല എങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് ഇവയെ പറ്റിയൊക്കെയാണ് ഒരു ഗവേഷകൻ പഠനം നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഗവേഷകൻ ആ വിപണിയിലുള്ള ആ കസ്റ്റമേഴ്സിനെയും വിപണിയെയും വളരെയധികം ഒബ്സർവേഷൻ വളരെയധികം നിരീക്ഷണ പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് അറിയാൻ പറ്റുകയുള്ളൂ? ആ മാർക്കറ്റിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇത് കൂടാതെ തന്നെ എന്താണ് ഒരു ഗവേഷകന് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അറിയേണ്ടത്, ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അറിയേണ്ടതെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങളാണ് ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള താല്പര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ആ കസ്റ്റമേഴ്സിനെ ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഗവേഷകന് തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകൻ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ കീൻ ഒബ്സർവേഷൻ മെത്തേഡ് മുതലായവയാണ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇറ്റ് എൻഡേവർ ടു ബ്രിങ് എബൌട്ട് റിച്ച് കോംപ്രഹെൻസീവ് ആൻഡ് വെൽ ഫൗണ്ടഡ് ഡേറ്റ ദാറ്റ് കോൺട്രിബ്യൂട്ട് എൻഹാൻസിവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ സിറ്റുവേഷൻ. ഗവേഷകൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണമാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രതിഭാസമോ ആ ചോദ്യമോ ആ സാഹചര്യമോ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ വിപുലമായ രീതിയിൽ ശേഖരിക്കുവാനും അവയെ വളരെയധികം പഠന വിധേയമാക്കുവാനും ശ്രമിക്കുന്നു. തൽഫലമായിട്ട് ആ ഒരു പ്രതിഭാസത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൻ്റെയോ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്തെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഗവേഷകന് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗവേഷകൻ എന്താണോ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുവാൻ വേണ്ടി വിപുലമായ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയെ വളരെയധികം പഠനവിധേയമാക്കുന്നത് വഴിയാണ് ആ സാഹചര്യത്തിൻ്റെ പിന്നിലെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഓഫ് റിസർച്ച്. അതായത് ഒരു ലക്ഷ്യത്തെ പൂർണ്ണമാക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു പഠന രീതിയാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിന് ശരിയായ രീതിയിലുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും അവയെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശകലനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിലുള്ള
ഗവേഷണ ഫലം കണ്ടെത്തുകയും ചെയ്യുന്നു. ആ തരത്തിലുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു പഠന രീതിയാണിതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആത്മനിഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഗവേഷകൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളും ഈ ഒരു ഗവേഷണത്തെയും ഗവേഷണ ഫലത്തെയും വളരെയധികം സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് അദ്ദേഹം ഗവേഷണം നടത്താൻ പോകുന്ന മേഖലയിലെ വിവരങ്ങളുടെ ഗുണവശങ്ങളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പഠനവിധേയമാക്കുന്നുള്ളൂ. ആ തരത്തിൽ ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു പഠന രീതിയാണിതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്, തങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കുന്ന പ്രതിഭാസത്തിൻ്റെയും അതുപോലെ തന്നെ ഓരോരോ ചോദ്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്, യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്താണ്, യഥാർത്ഥത്തിലുള്ള പരിഹാര മാർഗം എന്താണ് എന്ന് കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായേക്കുന്നത്, അതിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്, ഒരു പ്രതിഭാസം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആ ഒരു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ഗുണവശങ്ങളെ പഠിച്ച് മാത്രം പഠനവിധേയമാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഗവേഷണം നടത്തുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഗവേഷണ ഫലത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് ഈസ് എ ഡിഡക്റ്റീവ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റ് ടെസ്റ്റിംഗ് തിയറീസ് ബൈ അപ്ലൈയിങ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എക്സാമിങ് ദ ആക്യുറസീസ് ആൻഡ് റെലവൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിന് ഉത്തരം ലഭിക്കുവാൻ വേണ്ടി, ഗവേഷണ ഫലം ലഭിക്കാൻ വേണ്ടി ലഭ്യമായിട്ടുള്ള വിവരങ്ങളെ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും അതിനുശേഷം അവയെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് വിശകലന പഠനവിധേയമാക്കുകയും അതിൻ്റെ കൃത്യത എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാസങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗുണവശങ്ങളും ദോഷവശങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവയെ പഠനവിധേയമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംഭവിക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള തിയറീസും അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രൂപം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇൻഡക്റ്റീവ് നേച്ചർ. ഇറ്റ് ട്രൈ ടു ജനറേറ്റ് മോഡൽസ് ഓർ തിയറീസ് ഹെൽപ്പ് എക്സ്പ്ലെയിൻ ദ പർട്ടിക്കുലർ ഫിനോമിനൻ. ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയുള്ള സിദ്ധാന്തങ്ങളും തിയറീസും രൂപപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ആ സാഹചര്യമോ അല്ലായെങ്കിൽ എന്താണ്, ആ പ്രതിഭാസമോ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുണവശങ്ങളെ വളരെയധികം പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉണ്ടായ സാഹചര്യം എന്താണെന്നും അതുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള അതുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറീസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിദ്ധാന്തങ്ങൾ രൂപവൽക്കരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിലീസ് ഓൺ ന്യൂമറിക്കൽ ഡേറ്റ. അതായത് ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി പഠനവിധേയമാക്കുന്നത് ന്യൂമറിക്കൽ ഡേറ്റയെ ആയിരിക്കും. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റ് ഓൺ കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി പഠനവിധേയമാക്കുന്നത് സാഹചര്യമോ അല്ലെങ്കിൽ പ്രതിഭാസമോ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെയും ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ ഇറ്റ് ഈസ് അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഫോർ അനാലിസിങ് ഡേറ്റ. അതായത് ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾക്ക് വേണ്ടി ശേഖരിക്കുന്ന വിവരങ്ങൾ സംഖ്യാരൂപത്തിലായിരിക്കും. അവയെ വ്യത്യസ്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ടെക്നിക്കുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഗവേഷണ ഫലങ്ങൾ കിട്ടുവാൻ വേണ്ടി പഠനവിധേയമാക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെയും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെക്നിക്കുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഗവേഷകൻ എന്ത് ചെയ്യുന്നത്, തങ്ങളുടെ വിവരങ്ങളെയും തങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ പഠനവിധേയമാകുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് റിസോർട്ട് ടു നാച്ചുറലൈസ്ഡ് ടെക്നിക്സ് ലൈക്ക് ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർവ്യൂ. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലം ലഭിക്കുവാൻ വേണ്ടി തങ്ങളുടെ മുമ്പുള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർവ്യൂ മെത്തേഡുകളെയും അതുപോലെ തന്നെ തങ്ങളുടെ മുമ്പുള്ള ഗവേഷണ സാഹചര്യങ്ങളെ വളരെയധികം നിരീക്ഷിക്കുന്നതിലൂടെയുമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇൻ ദിസ് ടൈപ്പ് റിസർച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിസർച്ച്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്ന ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലം
ഗവേഷണ ഫലം കിട്ടുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും അവയെ വ്യത്യസ്തമായുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളും അതുപോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് വിശകലന പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഒരു ഗവേഷണ ഫലത്തിൻ്റെ അവസാന ഫലം എന്ന് പറയുന്നത് റിസർച്ചറുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കുകയില്ല കിട്ടുന്നത്. അതായത് ഗവേഷണം നടത്തുന്ന ആൾക്ക് ഗവേഷണ ഫലത്തെ സ്വാധീനിക്കുവാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫലം മാത്രമേ ഏത് പഠനം മുഖേന കിട്ടുകയുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് പഠനം മുഖേന കിട്ടുകയുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് വഴി ഗവേഷകൻ എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ഗവേഷണത്തിന് നിഗമനത്തിൽ എത്തിച്ചേരുന്നത് വളരെയധികം സ്വതന്ത്രമായ രീതിയിൽ തന്നെയായിരിക്കും. ഗവേഷകന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തങ്ങളുടെ ഗവേഷണ ഫലങ്ങളെ സ്വാധീനിക്കുവാനോ അല്ല എങ്കിൽ എന്താണ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനോ ശ്രമിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണെങ്കിൽ ദ റിസർച്ച് ഇസ് ദ പാർട്ട് ഓഫ് റിസർച്ച് പ്രോസസ്സ്. അതായത് ഗവേഷകൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ഗവേഷണത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളും ആ ഒരു ഗവേഷണ ഫലത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇറ്റ് ഫോർമുലേറ്റ് ജനറലൈസേഷൻ ടു പ്രിഡിക്റ്റ്, എക്സ്പ്ലെയിൻ, ഇൻ്റർപ്രറ്റ് എ പർട്ടിക്കുലർ തിയറി. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഗവേഷണ ഫലത്തെ കൂടുതൽ വിശദീകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ പരിഭാഷപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതായത് തങ്ങളുടെ മുമ്പിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ആ സാഹചര്യത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി ആ പ്രതിഭാസമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ശേഖരിക്കുകയും അവയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സിദ്ധാന്തങ്ങളെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് സാമാന്യവൽക്കരിക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് എന്താണ് അവരുടെ ഇടയിലേക്ക് ഈ ഒരു ഗവേഷണ ഫലത്തെയും അതുപോലെ തന്നെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറീസിനെയും കൂടുതൽ വിശദീകരിക്കുവാനും മറ്റുള്ളവർക്ക് കൂടുതൽ വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും സഹായിക്കുന്ന ഒരു പഠന രീതിയാണെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ജനറേറ്റ് ന്യൂ മോഡൽസ് ആൻഡ് തിയറീസ് ദാറ്റ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ പർട്ടിക്കുലർ ഫിനോമിനൻ. അതായത് ഒരു ഗവേഷകൻ്റെ മുമ്പിലുള്ള ഒരു സാഹചര്യമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പ്രതിഭാസമായി ബന്ധപ്പെട്ടുകൊണ്ടോ പുതിയ തിയറികളും പുതിയ സിദ്ധാന്തങ്ങളും ആവിഷ്കരിക്കുവാൻ ഒരു ഗവേഷകനെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷകൻ്റെ മുമ്പിൽ ഉണ്ടായേക്കുന്ന ഒരു സാഹചര്യത്തെയോ പ്രതിഭാസത്തെയോ പുതിയ സിദ്ധാന്തങ്ങളിൽ കൂടിയും പുതിയ അവതരണ ശൈലിയിൽ കൂടിയും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്, ആ രീതിയിലുള്ള ഗവേഷണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. അതായത് ഗവേഷകൻ അവൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും പ്രതിഭാസങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവൻ പല രീതിയിലുള്ള ഗവേഷണ മാർഗങ്ങളും അവലംബിക്കാറുണ്ട്. ആ തരത്തിൽ അവൻ നടത്തുന്ന ഗവേഷണങ്ങളെ പല രീതിയിൽ തരംതിരിക്കാറുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. പ്യൂർ റിസർച്ച് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണ രീതിയാണെന്ന് പറയുന്നത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. പ്യൂർ റിസർച്ചിനെ നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും അതുപോലെ തന്നെ ബേസിക് റിസർച്ച് എന്നും തിയറോട്ടിക്കൽ റിസർച്ച് എന്നും പറയാറുണ്ട്. ഏതൊരു ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗവേഷണ രീതിയാണെന്ന് പറയുന്നത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. ഗവേഷകൻ തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുക, തങ്ങൾക്ക് കൂടുതൽ അറിവ് പ്രാപ്തമാക്കുക എന്ന ക്യൂരിയോസിറ്റിയോട് കൂടി ഗവേഷണം നടത്തുന്നതിനെയാണ് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. ദ മേജർ ഗോൾ ഓഫ് ഇറ്റ്സ് റിസർച്ച് ഈസ് ടു എക്സ്പാൻഡ്, എൻറിച്ച് ദ നോളജ് ആൻഡ് തിയറോട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് റിഗാർഡിംഗ് പർട്ടിക്കുലർ ഫിനോമിനൻ ഓർ സിറ്റുവേഷൻ. തങ്ങൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലോ പ്രത്യേക വിഷയത്തിലോ പ്രത്യേക പ്രതിഭാസത്തിലോ ഉള്ള തങ്ങളുടെ അറിവ് കൂടുതൽ വർദ്ധിപ്പിക്കുകയും കൂടുതൽ വിപുലമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഗവേഷകൻ നടത്തുന്ന പഠന രീതിയാണ് അല്ലെങ്കിൽ ഗവേഷണ രീതിയാണെന്ന് പറയുന്നത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഗവേഷണത്തിൽ ഒരു
പ്രതിഭാസം ഉണ്ടായതിനു ശേഷം മാത്രമോ, അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായതിനു ശേഷം മാത്രമോ, ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമോ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, ഒരു റിസർച്ചർ ഗവേഷണം നടത്തുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പ്രതിഭാസം ഉണ്ടായി, അതിനുശേഷം ആ പ്രതിഭാസത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തെന്നറിയാൻ വേണ്ടി ഞാൻ നടത്തപ്പെടുന്ന ഒരു ഗവേഷണമല്ല എന്തെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ ബിസിനസ് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള കാരണം എന്തെന്നറിയാൻ വേണ്ടി ഞാൻ നടത്തപ്പെടുന്ന ഒരു ഗവേഷണമല്ല എന്തെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. നഷ്ടം ഉണ്ടായതിനു ശേഷം, സംഭവം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിൻ്റെ പരിഹാര മാർഗ്ഗം എന്തെന്ന് അറിയാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു ഗവേഷണമല്ല എന്തെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെയോ ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ ബിസിനസ് കൂടുതൽ വിപുലമാക്കണം, എനിക്ക് ബിസിനസ് പരമായിട്ടുള്ള എൻ്റെ അറിവ് വർദ്ധിപ്പിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ഞാൻ ഗവേഷണം നടത്തുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയാൻ സാധിക്കും, അതിനെ പ്യുവർ റിസർച്ച് എന്ന് പറയാൻ സാധിക്കും. നിലവിൽ എനിക്കുള്ള എൻ്റെ അറിവിനെ കൂടുതൽ വിപുലമാക്കുക, അല്ലെങ്കിൽ എനിക്കെന്താണ് ഈ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തപ്പെടുന്ന ഗവേഷണ മാർഗ്ഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. The research is generate, uncover the basic theory behind a phenomenon. The expression of fundamental or basic denote it to give basic foundation for further research in the field of study. അതായത് നിലവിലുള്ള ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഏതവസ്ഥയിലാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തെ പറ്റിയുള്ള അറിവ് നേടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രതിഭാസത്തെ പറ്റിയോ അല്ല എങ്കിൽ ആ ഒരു വിഷയത്തിലോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് അത് പടുത്തുയർത്താൻ ഏതൊരു ഗവേഷകനെയും സഹായിക്കുന്ന ഒരു പഠന രീതിയാണിതെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. ഈ തരത്തിൽ അറിവ് നേടുക എന്ന ലക്ഷ്യം മാത്രമേ പ്രധാനമായിട്ടും എന്തിനുള്ളൂ പ്യുവർ റിസർച്ചിനുള്ളൂ. ഈ കാര്യം എന്തുകൊണ്ട് നടന്നു എന്നറിയാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഗവേഷണം നടത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം എന്തുകൊണ്ടാണ് ഉണ്ടായത്, എന്ത് കാര്യം കൊണ്ടാണ് ഒരു വിഷയം ഉണ്ടായത് എന്ന് അറിയുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഗവേഷകൻ ആ ഒരു വിഷയത്തിൽ കൂടുതൽ അറിവ് പ്രാപ്തമാക്കുവാനും നിലവിലുള്ള തങ്ങളുടെ അറിവുകൾ കൂടുതൽ വിപുലമാക്കുവാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ രീതിയിലുള്ള പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ഗവേഷകന് ഈ ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം കിട്ടുന്ന അനന്തരഫലങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാക്ടിക്കൽ വർക്കുകൾക്കുള്ള ഫൈനൽ സൊല്യൂഷനായിട്ട് തങ്ങൾ നടത്തിയ ഗവേഷണ ഫലങ്ങളെ വിനിയോഗിക്കുക എന്ന ലക്ഷ്യമൊന്നുമില്ല. അതായത് ഒരു ഗവേഷകൻ ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം അയാൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തി ആ പരിഹാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കണ്ടെത്തിയേക്കുന്ന പ്രശ്ന പരിഹാരം അതിനുവേണ്ടി ഉപയോഗിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെയോ അദ്ദേഹത്തിന് കേവലം നിലവിൽ പുതിയ അറിവുകൾ നേടുക, അതുപോലെ തന്നെ നിലവിലുള്ള അറിവുകളെ കൂടുതൽ വിപുലമാക്കുക എന്ന ആഗ്രഹം മാത്രമേ ആർക്കുള്ളൂ ഈ ഒരു പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ഗവേഷകനുള്ളൂ. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഭൂഗുരുത്വ ബലം, ഗുരുത്വാകർഷണ ബലമൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മേഖലയിലേക്ക് അദ്ദേഹം ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എന്താണ് ഒരു ആപ്പിൾ വീണു. ദെൻ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ തലയിലേക്ക് വീണത് എന്ന് അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ മനസ്സിലായത് അത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇത് മറ്റൊരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, വിനിയോഗിക്കുന്നില്ല അല്ലേ. സോ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ അല്ലേ. അപ്പോൾ ഐസക് ന്യൂട്ടൻ എന്താണ്? ഐസക് ന്യൂട്ടൻ ആയിക്കോട്ടെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിക്കോട്ടെ, അവരിയ്ക്കുന്ന മേഖലയിൽ കൂടുതൽ അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയേക്കുന്നത്. അവർ കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തേക്കുന്നത് ഗവേഷണങ്ങൾ നടത്തിയേക്കുന്നത് അല്ലേ. അപ്പോൾ ആ തരത്തിൽ എന്താണ് തങ്ങളുടെ ഗവേഷണ ഫലം മറ്റുള്ള പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിഭാസങ്ങൾക്കോ പരിഹാരമായിട്ട് ഉപയോഗിക്കാതെ തങ്ങളായിരിക്കുന്ന മേഖലയിൽ കൂടുതൽ അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത് പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. The pure research is construct the theoretical background in discipline. Pure research is conducted not for any practical application resolving problems. Inquisitiveness, academic interest, intuition usually lead a person pure research. Okay, അതായത് പ്യുവർ റിസർച്ച് പ്രധാനമായിട്ട് എന്താണ് ഗവേഷണ മേഖലയിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ എന്താണ് ഒരു ഗവേഷണ അച്ചടക്കം കൊണ്ടുവരുന്നതിനും ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് ആ ഗവേഷണം നടത്തുന്ന മേഖലയിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി മാറുന്നു.
ഈ തരത്തിലുള്ള അറിവുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്ന പരിഹാരത്തിനോ അല്ല എങ്കിൽ മറ്റേതെങ്കിലുമുള്ള പ്രാക്ടിക്കൽ പ്രവർത്തനത്തിനോ വേണ്ടിയോ അല്ല വിനിയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ അറിയുവാനുള്ള താല്പര്യവും പഠിക്കുവാനുള്ള താല്പര്യവും ആണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ പ്യുവർ റിസർച്ച് ഗവേഷണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയുള്ള പ്യുവർ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുക, തങ്ങൾ ആയിരിക്കുന്ന മേഖലയിൽ കൂടുതൽ അറിവ് നേടുക, ഒരു തങ്ങളുടെ മുമ്പിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിൽ കൂടുതൽ അറിവ് വർദ്ധിപ്പിച്ചെടുക്കുക, അതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് അറിയുക എന്ന ജിജ്ഞാസയോടുകൂടി കണ്ടക്ട് ചെയ്യുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ അറിയുവാനുള്ള താല്പര്യവും പഠിക്കുവാനുള്ള താല്പര്യവുമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ പ്രധാനമായിട്ടും പ്യുവർ റിസർച്ചിലേക്ക് എത്തിക്കുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്ന മറ്റൊരു റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് ഇസ് കണ്ടക്റ്റഡ് വിത്ത് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇൻ ദ മൈൻഡ് ഓഫ് ദി വെൽഫെയർ ഓഫ് ദി ഓൾ സൊസൈറ്റി. അതായത് നമ്മൾ പ്യുവർ റിസർച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഗവേഷകൻ പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി തങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ തങ്ങൾക്ക് കൂടുതൽ അറിവ് നേടുക, അല്ലെങ്കിൽ തങ്ങളുടെ നിലവിലുള്ള അറിവ് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്താണ് അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗവേഷണമാണെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് അല്ലേ, തങ്ങളുടെ തിയോറിറ്റിക്കൽ പരമായിട്ട് തങ്ങളുടെ അറിവ് കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം അയാൾ നടത്തപ്പെടുന്ന വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ ഗവേഷകർ നടത്തുന്ന ഗവേഷണത്തെ പ്രവർത്തനത്തെയാണെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തിയേക്കുന്ന ഇങ്ങനെ പ്യുവർ റിസർച്ച് വഴി വ്യത്യസ്തമായിട്ടുള്ള ഗവേഷകർ കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലത്തെ നിത്യജീവിതത്തിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഗവേഷണ പ്രവർത്തനത്തെയാണെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ എന്താണ്, ഒരു ഗവേഷകൻ തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നിലവിലുള്ള ഒരു മേഖലയിൽ തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അദ്ദേഹം ആ കണ്ടക്ട് ചെയ്യുന്ന ഗവേഷണ ഫലത്തെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് പരിഹരിച്ചേ മതിയാവുകയുള്ളൂ അല്ലേ. ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും തൽഫലമായിട്ട് നമുക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ആ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ രീതിയാണെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. പ്യുവർ റിസർച്ച് വഴി കണ്ടെത്തിയേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള തിയോറിറ്റിക്കൽ ഗവേഷണ ഫലങ്ങൾ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗവേഷണ പ്രവർത്തനത്തെ, അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തപ്പെടുന്ന ഗവേഷണ പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് അഥവാ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് പ്രവർത്തന രീതി, റിസർച്ച് ഫലത്തിൻ്റെ ഗവേഷണ ഫലങ്ങളുടെ പ്രവർത്തന രീതിയാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഗവേഷണ ഫലങ്ങൾ നടപ്പിലാക്കുന്ന രീതിയാണെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ക്ഷേമത്തിനായിട്ട് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലങ്ങളെ പ്രാക്ടിക്കൽ രൂപത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഗവേഷണത്തെയാണിതെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്താണ് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു മാർഗം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, തങ്ങളുടെ അറിവ് എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്ന രീതിയിൽ ഒരു ഐറ്റം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു അതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു വാഹനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തിയറി രൂപവൽക്കരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എളുപ്പത്തിൽ മനുഷ്യനെ എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വാഹനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും മാർഗങ്ങൾ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയോറിറ്റിക്കൽ രൂപം അതിന് പ്യുവർ റിസർച്ച് വഴി രൂപം കൊടുക്കുന്നു. എന്നാൽ ഒരു അപ്ലൈഡ് റിസർച്ചിലാണെങ്കിൽ ആ കണ്ടെത്തിയേക്കുന്ന തിയറി ഉപയോഗിച്ചുകൊണ്ട് വാഹനം എന്ന് പറയുന്ന ഒരു രീതി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അവിടെ എന്തായി മാറി, അത് പ്രാക്ടിക്കൽ രൂപമായി മാറി, വാഹനം നിർമ്മിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നയിച്ചു അല്ലേ.
അപ്പോൾ നമ്മുടെ മറ്റുള്ളവർ കണ്ടെത്തിയേക്കുന്ന തിയറോട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവയെ പ്രായോഗികത്തിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഗവേഷണ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റഡീഡ് ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് പ്യുവർ റിസർച്ച്. അതാ പറഞ്ഞേക്കുന്നത്. അതായത് പ്യുവർ റിസർച്ച് വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള തിയറി ഫലങ്ങളെ തിയറോട്ടിക്കൽ ഗവേഷണ റിസർച്ചിങ് റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു, അവയെ നടപ്പിലാക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഗവേഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് ഇസ് ഇൻറ്റൻഡഡ് ടു സോൾവ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ദി വേൾഡ് ഇൻസൈറ്റഡ് ഫോക്കസിങ് ദ എൻറിച്ച്മെൻറ്റ് ഓഫ് നോളജ്. ആളുകളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമല്ല പ്രധാനമായിട്ടും എന്തിനുള്ളത് അപ്ലൈഡ് റിസർച്ചിനുള്ളത്. പിന്നെയോ ആളുകളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല പിന്നെയോ അപ്ലൈഡ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെയോ നമ്മുടെ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും അവയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രധാനമായിട്ടും അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ആ പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്തേ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിച്ചേ നമുക്ക് മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഗവേഷണങ്ങൾ നമ്മൾ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ആ പരിഹാര മാർഗ്ഗങ്ങൾ നടപ്പിലാക്കുന്നത് വഴി എന്താണ് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് പ്രശ്നങ്ങൾ ഇല്ലാതായി മാറുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് പരിഹാരങ്ങൾ കണ്ടെത്തുകയും അവയെ പ്രാക്ടിക്കൽ രൂപത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു. നമ്മളത് ഗവേഷണ ഫലത്തെ നമ്മൾ കണ്ടെത്തുകയും അവയെ നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ നടത്തപ്പെടുന്ന പലരും കണ്ടുപിടിച്ചുള്ള സിദ്ധാന്തങ്ങൾ പല ഗവേഷണ ഫലങ്ങളും പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ രൂപത്തിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തപ്പെടുന്ന ഗവേഷണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്യൂർ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം തങ്ങളുടെ അറിവ് നിലവിലുള്ളൊരു പ്യൂർ റിസർച്ച് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഏതെങ്കിലും തങ്ങളുടെ നിലവിലൊരു ഫീൽഡിൽ തങ്ങളുടെ അറിവ് കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കുക, അതിനുവേണ്ടിയുള്ള അറിവ് നേടുക, അത് തിയറിറ്റിക്കൽ പരമായിട്ട് നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ എന്തിനുള്ളൂ പ്യൂർ റിസർച്ചിനുള്ളൂ. എന്നാൽ അപ്ലൈഡ് റിസർച്ച് ആണെങ്കിലോ നിലവിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലോ നമ്മുടെ നിത്യജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ചേ മതിയാവുകയുള്ളൂ. അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത് ആ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന ലക്ഷ്യത്തോടു കൂടി പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ പരിഹാര മാർഗ്ഗങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്തുകയും അവ നടപ്പിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ രീതിയാണിതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി പ്യൂർ റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പ്യൂർ റിസർച്ചിൻ്റെ കാര്യം എങ്ങനെയാണ്, ഇറ്റ് ഇൻറ്റൻഡഡ് ടു ജനറേറ്റ് ദ ബേസിക് തിയറി ബിഹൈൻഡ് ദ ഫിനോമിനൻ. അതായത് നമ്മുടെ ഒരു ഗവേഷകൻ തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ നോളജ് വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഗവേഷണ രീതിയാണിതെന്ന് പറയുന്നത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ്റെ മുമ്പിൽ വരുന്ന ഒരു സാഹചര്യങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്, ആ ഒരു ഗവേഷകൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിഭാസങ്ങളുടെയും കാരണം എന്താണ്, ആ കാരണങ്ങൾ കണ്ടെത്തുവാനും ആ ഒരു പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തി ആ ഒരു മേഖലയിൽ തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തപ്പെടുന്ന ഒരു ഗവേഷണ രീതിയാണ് എന്തെന്ന് പറയുന്നത് പ്യൂർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്താണ്, ഇറ്റ് ഇൻറ്റൻഡഡ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ദി ഫീൽഡ് ഓഫ് സ്റ്റഡി. ഗവേഷകൻ ഏത് മേഖലയിലാണോ അല്ലെങ്കിൽ ഏത് പ്രശ്നത്തെ പറ്റിയാണോ പഠിക്കുന്നത് ആ പ്രശ്നത്തിന് വേണ്ടിയുള്ള പരിഹാരം കണ്ടെത്തുകയും ആ പരിഹാരം നടപ്പിലാക്കിക്കൊണ്ട് എന്താണ് തങ്ങളുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പരീക്ഷണമാണ്, ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഗവേഷകൻ എന്ത് ചെയ്യുന്നു, ഗവേഷകൻ ഏത് പഠന മേഖലയിലാണോ ഉണ്ടാകുന്നത് ആ പഠന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ആ പരിഹാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രായോഗിക രീതിയാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ രീതിയാണ് ഇതെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താ പ്യൂർ റിസർച്ച് പറഞ്ഞേക്കണമെന്ന്. ഇറ്റ് ഫോക്കസ് ഫിനോമിനൻ പ്രോബ്ലംസ് ഇൻ ഡിസിപ്ലിൻ. ഇറ്റ് ഫോക്കസ് ഫിനോമിനൻ ഓർ പ്രോബ്ലംസ് ഇൻ ഡിസിപ്ലിൻ. അതായത് പ്യൂർ റിസർച്ച് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടായിക്കഴിഞ്ഞാലോ
അതിൻ്റെ കാരണം എന്തെന്നറിയാൻ വേണ്ടി ആ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാലോ അപ്ലൈഡ് റിസർച്ച് എങ്ങനെയാണ്? ഇറ്റ് സിക് തിയോറിറ്റിക്കൽ ബാക്കപ്പ് ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ടു സോൾവ് പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്നും അറിവ് സമ്പാദിച്ചതിന് ശേഷം ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. അതായത് വ്യത്യസ്ത അപ്ലൈഡ് റിസർച്ചിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ നിന്ന് അറിവുകൾ ശേഖരിക്കുകയും ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയും അതുപയോഗിച്ചുകൊണ്ട് എന്താണ് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാലോ പ്യുവർ റിസർച്ചിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പറ്റി മാത്രമായിരിക്കും പഠിക്കുന്നത്. അതിന് ആ പ്രശ്നം ഒരു പ്രത്യേക മേഖലയിൽ മാത്രം തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു പഠന രീതിയാണിതെന്ന് പറയുന്നത് പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ, അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനെ പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ജനറലൈസ് ദ ഔട്ട്കം ഓഫ് റിസർച്ച്. പ്യുവർ റിസർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ജനറലൈസ് ദ ഔട്ട്കം ഓഫ് റിസർച്ച്. പ്യുവർ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റും. അതായത് അത് അനവധി പ്യുവർ റിസർച്ച് മുഖേന ഒരു ഗവേഷകൻ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ പരിഹാരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള റിസർച്ചുകളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് പ്യുവർ റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷകൻ ഏതെങ്കിലും ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിനോ പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ, സൊല്യൂഷൻ കണ്ടെത്തുകയാണെങ്കിൽ ആ സൊല്യൂഷൻ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിനിയോഗിക്കാൻ സാധിക്കും എന്നാണ് വിനിയോഗപ്രദമാണ് അല്ലെങ്കിൽ ഉപയോഗപ്രദമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പ്യുവർ റിസർച്ചിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു പ്രത്യേക മേഖലയിൽ തങ്ങളുടെ അറിവ് കൂടുതൽ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എന്താണ് തങ്ങളുടെ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് കൂടുതൽ അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്യുവർ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ മേഖലയിലും വളരെയധികം ജ്ഞാനമുണ്ടാകുന്നു. അത് ആ തിയറി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അദ്ദേഹം കണ്ടെത്തുന്ന ഈ തിയറോട്ടിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള റിസർച്ച് മേഖലകളിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉപയോഗപ്രദമായിട്ട് അതിനെ വിനിയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ എ സിംഗിൾ പ്രോബ്ലം ഡിവോട്ടഡ് ഓഫ് എനി ജനറലൈസേഷൻ. അതായത് അപ്ലൈഡ് റിസർച്ച് മുഖേന കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ ഒരിക്കലും നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുകയില്ല. അപ്ലൈഡ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമേ, ഒരു സൊല്യൂഷൻ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പ്രശ്നത്തിന് മാത്രമേ ആ സൊല്യൂഷൻ കൊണ്ടുള്ള പ്രയോജനമുള്ളൂ. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കൊറോണ എന്ന് പറയുന്ന അസുഖം വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ എന്ന് പറയുന്ന അസുഖത്തിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള അസുഖങ്ങളെ സുഖപ്പെടുത്താൻ പറ്റുകയില്ല. ആകെ കൊറോണ എന്ന് പറയുന്ന അസുഖത്തിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം, ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. പ്യുവർ റിസർച്ചിലാണെങ്കിൽ കണ്ടെത്തുന്ന സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള അനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അത് വിനിയോഗിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യുവർ റിസർച്ചിൻ്റെ മറ്റൊരു കാര്യമാണ് ഇറ്റ് അറ്റംപ്റ്റ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റഡി ദ കോസസ് ആൻഡ് എഫക്റ്റ് ഓഫ് എ പ്രോബ്ലം ഓർ ഫിനോമിനൻ. അതായത് ഒരു ഗവേഷകൻ്റെ മുമ്പിൽ സംഭവിക്കുന്ന ഏതും തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയോ അല്ല എങ്കിൽ ഏതും തരത്തിലുള്ള സാഹചര്യങ്ങളെ പറ്റിയോ പ്രതിഭാസങ്ങളെ പറ്റിയുള്ള അത് ഉണ്ടാകുവാനുള്ള സാഹചര്യം എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും അവയെ വളരെയധികം ആഴത്തിൽ പഠനവിധേയമാക്കുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ആ മേഖലയിൽ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ അറിവ് പരമാവധി വർദ്ധിപ്പിച്ചെടുക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും പ്യുവർ റിസർച്ചിൽ ഗവേഷകൻ ശ്രമിക്കുന്നത്. എന്നാൽ അപ്ലൈഡ് റിസർച്ചിൽ എന്താണ്? ഇറ്റ് സിക് ഫൈൻഡ് ഔട്ട് ദ മീൻ, ആൾട്ടർ ആൻഡ് മോഡിഫൈ തിങ്സ്. അപ്ലൈഡ് റിസർച്ചിൽ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടെത്തുകയും അവയെ പരിഹരിക്കുകയും അല്ല എങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാര മാർഗ്ഗങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്, അപ്ലൈഡ് റിസർച്ചിൽ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പ്യുവർ റിസർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് യൂസ് ടെക്നിക്കൽ ടേംസ് ലാംഗ്വേജ് ടു എക്സ്പ്ലെയിൻ ദ ഔട്ട്കം ഓഫ് റിസർച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷണത്തിൻ്റെ
പരിണിത ഫലം എന്തെന്ന് വ്യത്യസ്തമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്തമായുള്ള മാത്തമാറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുടെ സഹായത്തോടു കൂടിയും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുകയുള്ളൂ. കാരണം പ്യുവർ റിസർച്ചിൽ പ്രധാനമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി തങ്ങളുടെ അറിവും തങ്ങളുടെ നോളജും വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഗവേഷണമായതുകൊണ്ട് തന്നെ എന്താണ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അതിൻ്റെ ഔട്ട്കം എന്തെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കൽ നടക്കുകയുള്ളൂ. എന്നാൽ അപ്ലൈഡ് റിസർച്ചിലാണെങ്കിൽ ഇറ്റ് എക്സ്പ്രസ് ദ ഔട്ട്കം ഓഫ് റിസർച്ച് ഇൻ കോമൺ ലാംഗ്വേജ്. അതായത് അപ്ലൈഡ് റിസർച്ചിലെ ഗവേഷകന് തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നത്തിനുണ്ടാകുന്ന പരിഹാരം വളരെയധികം ലളിതമായ ഭാഷയിൽ കോമൺ ലാംഗ്വേജിൽ മറ്റുള്ളവർക്ക് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. എക്സ്പ്ലോറേറ്ററി റിസർച്ച് അഥവാ ഫോർമുലേറ്റീവ് റിസർച്ച്, അങ്ങനെ ഒരു റിസർച്ച് എന്തിനാണ് കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷണം നടത്തുന്ന ആൾക്ക് ആ മേഖലയിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക അറിവ് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ വളരെയധികം ആഴത്തിൽ അറിവ് ലഭിക്കുന്നതിനോ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം നടത്തപ്പെടുന്ന പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടാവുകയോ അല്ല എങ്കിൽ ഒരു ഗവേഷകൻ്റെ മുമ്പിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി അവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തപ്പെടുന്ന പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ പർപ്പസ് ഓഫ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് അക്യൂർ ആൻഡ് ഇൻ ഡീപ്പ് നോളജ് അബൌട്ട് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെയധികം ആഴത്തിൽ അറിവ് നേടുവാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഗവേഷണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൺ അഡോപ്റ്റ് സെക്കൻഡറി റിസർച്ച് സച്ച് as റിവ്യൂയിങ് അവൈലബിൾ ലിറ്ററേച്ചർ ഓർ കളക്ഷൻ ഡേറ്റ ഫ്രം ഇയർലി റിസർച്ച് സ്റ്റഡീസ്, ബുക്സ്, മാഗസിൻ, ജേണൽസ്, പബ്ലിഷ് റിപ്പോർട്ട്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര ഇൻസ്റ്റെഡ് ഓഫ് അഡോപ്റ്റിംഗ് പ്രൈമറി റിസർച്ച് ഓർ ഗാദറിംഗ് ഒറിജിനൽ ഡേറ്റ. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഗവേഷകൻ അയാൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ബുക്സുകളിൽ നിന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാഗസീനുകളിൽ നിന്നും ലിറ്ററേച്ചറുകളിൽ നിന്നും ഒക്കെയാണ് ശേഖരിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് മുമ്പിലുള്ള ഗവേഷണം നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുടെ യഥാർത്ഥ ഡേറ്റ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടുപിടിച്ചേക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഏത് തരത്തിലുള്ള ബുക്സുകളായിട്ടോ മാഗസിനുകളിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഫർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം തങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിഗമനങ്ങളിൽ എത്തുന്നത്. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷകന് ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അറിയണമെങ്കിൽ അദ്ദേഹമായിട്ട് അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് കളക്ട് ചെയ്യുന്നില്ല. ഇദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള സെക്കൻഡറി സോഴ്സുകളുടെ സഹായത്തോടു കൂടി ചിലപ്പോൾ മാഗസിനുകളാകാം, ന്യൂസ് പേപ്പറുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ച് ബുക്കുകളാകാം. ഇവയൊക്കെ എന്താണ്, ഇവയിൽ നിന്ന് നമുക്ക് തങ്ങൾ ഏത് മേഖലയുമായിട്ടുള്ള വിവരങ്ങളാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വിവരങ്ങൾ കണ്ടെത്തുകയും അവയെ പഠനവിധേയമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം പല നിഗമനങ്ങളും രൂപം കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വിഷയങ്ങളെ പറ്റി അറിയുമ്പോൾ ഡോക്ടർമാർ MBBS ഡോക്ടർമാർ അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്സുകളും കാര്യങ്ങളും വായിച്ച് നോക്കിക്കൊണ്ട് അക്കൗണ്ടിങ് പരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരെ തന്നെ കണ്ടെത്തുന്ന കാര്യങ്ങളല്ല ഇത്, അല്ലേ? ബാക്കിയുള്ള ബുക്കുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ് തയ്യാറാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു വ്യക്തിക്ക് അയാൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അയാൾ നേരിട്ട് ഡേറ്റകൾ കളക്ട് ചെയ്ത് മനസ്സിലാക്കുകയല്ല, ബാക്കിയുള്ള സെക്കൻഡറി സോഴ്സുകളുടെ സഹായത്തോടു കൂടി നിഗമനത്തിലെത്തുകയും ആ വിവരങ്ങൾ ശേഖരിച്ച് അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ശേഖരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് അൺസ്ട്രക്ചർഡ് രൂപത്തിലായിരിക്കും. അതായത്
ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയുള്ള രൂപത്തിലായിരിക്കുകയില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവേഷകൻ എന്ത് ചെയ്യുന്നു, ഗവേഷകൻ തങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു മറ്റുള്ളവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബുക്സുകളിൽ നിന്നും അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നിന്നുമാണ് അല്ലേ. അപ്പോൾ അത് എന്തുമാത്രം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ബുക്കുകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജേർണൽസിൽ നിന്നും ലിറ്ററേച്ചറുകളിൽ നിന്നുമൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റാസ് എന്തുമാത്രം വിശ്വസനീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മളെ സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത്. The findings of exploratory research is not usually valuable for decision making, but they can offer feasible information pertaining the situation or phenomenon under the study. അതായത് ഒരു പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് വഴി നമുക്ക് സാധിക്കുന്നുള്ളൂ. കാരണം ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരങ്ങളുടെ ഏകദേശ ഒരു രൂപം ഗവേഷണം നടത്തുന്ന ആൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അല്ലാതെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സാഹചര്യമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം എന്താണ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ആരെങ്കിലും എഴുതി തയ്യാറാക്കിയ ഡേറ്റയുടെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫൈൻഡിങ്സ് പൂർത്തിയാക്കുന്നുള്ളൂ. യൂഷ്വലി എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇസ് നോട്ട് ജനറലൈസ്ഡ് ടു എൻറ്റയർ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് കേവലം ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ആകുന്നുള്ളൂ അല്ലേ. ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ സെക്കൻഡറി ഡേറ്റാസിൻ്റെ സഹായത്തോടു കൂടി ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൺസ്ട്രക്ചർഡ് ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ട് ചെറിയൊരു രീതിയിൽ ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഗവേഷകൻ. അതുകൊണ്ട് തന്നെ എന്താണ്, ഗവേഷകന് അദ്ദേഹം കണ്ടെത്തിയ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിച്ച് അദ്ദേഹം കണ്ടെത്തിയേക്കുന്ന ഡേറ്റയെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷകൻ കണ്ടെത്തിയേക്കുന്ന ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടിയോ ഉപയോഗപ്രദമാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉപയോഗിച്ച് ഗവേഷകൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മേഖലയിൽ കണ്ടെത്തുന്ന ഫൈൻഡിങ്സും സൊല്യൂഷൻസും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ അദ്ദേഹം നേരിട്ട് പരിശോധിച്ച് ആ വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയല്ല എന്തെന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റാസിൻ്റെ സഹായത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് ബാക്കിയുള്ളവർക്ക് ആ സെക്കൻഡറി ഡേറ്റാസ് ഈ ഗവേഷണം നടത്തുന്ന വ്യക്തി സെക്കൻഡറി ഡേറ്റാസിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നത്, ഗവേഷണ ഫലം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. സോ ഇദ്ദേഹം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന സെക്കൻഡറി ഡാറ്റ എന്തുമാത്രം വിശ്വസ്തതയുള്ളതാണ്, ക്രെഡിബിലിറ്റി ഉള്ളതാണ് എന്ന് അറിയില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് വഴി സൊല്യൂഷൻസ് കണ്ടെത്തിയേക്കുന്ന ആളുകൾക്ക് ഗവേഷകന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സൊല്യൂഷൻസ് പബ്ലിക്കിനായിട്ട് ജനറലൈസ് ചെയ്ത് കൊടുക്കൽ നടക്കുകയില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിസർച്ച് ആണെന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് റിസർച്ച് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നത് കോംപ്ലക്സ് സ്റ്റഡീസിന് വേണ്ടിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ഫീൽഡ് സർവേയിൽ കൂടിയും ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയുമാണ് പ്രധാനമായിട്ടും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്. അതായത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് ഫീൽഡ് സർവേയിൽ കൂടിയാണ്. അതായത് ഇൻ്റർവ്യൂസ്, ക്വസ്റ്റ്യനെയർ, ഒബ്സർവേഷൻസ് മുതലായിട്ടുള്ള മെത്തേഡുകളുടെ സഹായത്തോടു കൂടിയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് മുതലായ മേഖലകളിലൊക്കെ എന്താണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയോ അല്ല എങ്കിൽ ഒരു സിറ്റുവേഷനെ പറ്റിയോ അല്ല എങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയോ ആണ് സ്റ്റഡി പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത് ഏത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്
ആ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം, ഡിസ്ക്രൈബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആ പ്രോബ്ലത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകണം. അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസും പ്രോബ്ലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. ആ തരത്തിലുള്ള സ്റ്റഡിയാണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു റിസർച്ചാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിലുള്ള മെത്തേഡാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ റിസർച്ചിൽ പ്രൈമറി ഡേറ്റയിൽ നിന്നും സെക്കൻഡറി ഡേറ്റയിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം ആ ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യുകയും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണെന്ന് പറയുന്നത് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. Analysis and critically evaluate the data collected from primary and secondary sources are made to solve them. അതായത് പ്രൈമറി ഡേറ്റയിൽ നിന്നും സെക്കൻഡറി ഡേറ്റയിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം അഥവാ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഓരോരോ പ്രോബ്ലംസിനും അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നോർമലി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്തമാറ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള കോറിലേഷൻ മെത്തേഡ്, മൾട്ടി വേരിയൻ്റ് അനാലിസിസ് മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൈമറി ഡേറ്റയിൽ നിന്നും സെക്കൻഡറി ഡേറ്റയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അഥവാ ഡേറ്റയെ അനാലിസിസ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അനലിറ്റിക്കൽ റിസർച്ച് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ബിസിനസ് ലോകത്തും അതുപോലെ തന്നെ ബിസിനസ് ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡുകളിലുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് അനലിറ്റിക്കൽ റിസർച്ച് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. അനലിറ്റിക്കൽ റിസർച്ച് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻഷിപ്പ് അനാലിസിസ് വിശകലനം ചെയ്യുക, പഠനവിധേയമാക്കുക മുതലായ പർപ്പസിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും അനലിറ്റിക്കൽ റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. അനലിറ്റിക്കൽ റിസർച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേരിയബിൾസ് മെഷർ ചെയ്യാനും വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു പഠന രീതിയാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തൊരു റിസർച്ച് ടൈപ്പാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. എംപിരിക്കൽ റിസർച്ചിലെ ഗവേഷകൻ തങ്ങളുടെ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്കോ ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റിലൂടെയും ഒബ്സർവേഷനിലൂടെയും മാത്രമാണ്. ഇത് കൂടാതെ തന്നെ എന്താണ് പ്രൈമറി ഡേറ്റ കളക്ഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗവേഷണ മാർഗം കൂടിയാണ് എന്തെന്ന് പറയുന്നത് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, ഇതിനെ ഡേറ്റാ ബേസ്ഡ് റിസർച്ച് എന്ന് പറയാൻ സാധിക്കും. അതായത് എംപിരിക്കൽ റിസർച്ച് സാധാരണ രീതിയിൽ ഗവേഷകർ ഉപയോഗിക്കുന്നത് തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ശരിയായ രീതിയിലുള്ള ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി അവർ പ്രൈമറി ഡേറ്റ കളക്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റിലൂടെയും മാത്രമാണ് തങ്ങളുടെ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഡേറ്റകൾ ശേഖരിക്കുന്നത്. ഇവിടെ എംപിരിക്കൽ റിസർച്ചിലുള്ള ഗവേഷകൻ അല്ലെങ്കിൽ റിസർച്ചർ ഒരു വർക്കിംഗ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് ഇദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിലൂടെ ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യുന്നു. അതായത് റിസർച്ചർ ഒരു വർക്കിംഗ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ അനാലിസിസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു ഹൈപ്പോത്തിസിസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന്. ദെൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസർച്ചർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കീൻ ഒബ്സർവേഷൻ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ റിസർച്ചർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ റിസർച്ചർ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സിലൂടെ
തങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഫൈൻഡിങ്സും സൊല്യൂഷൻസും കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഡേറ്റാസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻസിലൂടെ കണ്ടെത്തുന്നു. ആ കണ്ടുപിടിച്ചിരിക്കുന്ന ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിലൂടെ തങ്ങളുടെ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുകയും അതുകൂടാതെ തന്നെ ഈ ഒരു റിസർച്ചർ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻസിലൂടെ തങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഡേറ്റയെ സ്വയം കണ്ടെത്തുകയും വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലംസിന് സ്വയം സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നു. ആ രീതിയിലൊരു പഠന രീതിയാണിതെന്ന് പറയുന്നത് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്. പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. താങ്ക് യു.